Hi friends, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അവൽ വിളയിച്ചതാണ്. ഇതിപ്പോൾ നമുക്കൊരു സ്നാക്കായിട്ട് ഉപയോഗിക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ല ഒരു സ്നാക്കാണ്. അപ്പോൾ കൂടാതെ നമുക്ക് പൂജയ്ക്ക് നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് ഈ അവൽ വിളയിച്ചത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എന്ന് കാണാം. അപ്പോൾ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, കിസ്മിസ് എല്ലാം ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ കറുത്ത മുന്തിരിയും മറ്റേ മുന്തിരിയും ഞാൻ എടുത്തിട്ടുണ്ട്. ഉള്ളത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനെ ആദ്യം നമുക്ക് നെയ്യിലൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. കഴുകി നമുക്ക് ഈർപ്പം ഒന്ന് പോയതിന് ശേഷം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് വറുത്തെടുത്തു. ഇനി അതുപോലെ മുന്തിരിയും വറുത്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് എള്ള് വറുത്തെടുക്കാം. ഒരു ടേബിൾ സ്പൂൺ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരു 2 ബോൾ ശർക്കര, ഒരു 250 ഗ്രാം വരും. അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് അരിയിച്ച് എടുക്കാം. അപ്പോൾ ഞാൻ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു അര കപ്പ് വെള്ളം, നമ്മുടെ സ്റ്റീൽ കപ്പിൽ, വലിയ കപ്പിൽ അര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തു. നമുക്ക് കല്ലൊക്കെ മാറ്റാൻ വേണ്ടിയാണ്. ഇതൊന്ന് തിളപ്പിച്ചിട്ട് നമുക്കിത് അരിക്കണം. അരിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും അത് തിളപ്പിക്കണം. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ വറുത്തെടുത്ത ആ ഒരു പാന് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിനി ഈ ശർക്കര ഉരുക്കിയത് ഇതിലോട്ട് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അലിയാത്തത് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് അലിയിച്ച് അരിച്ചൊഴിക്കാം. കല്ലും മണ്ണുമൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 4-5 ഏലക്കായ പൊടിച്ച് റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ട്. നമുക്കിങ്ങനെ വിരലിൽ തൊട്ട് നോക്കുമ്പോൾ കയ്യിൽ ഒട്ടും. ആ ഒരു സ്റ്റേജിൽ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. നമുക്കിതിൽ 1 സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചെറിയ സ്പൂണ്.
അപ്പോൾ നെയ്യ് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തു. വളരെ കുറച്ച് മതി, എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു പിഞ്ചോ ഒരു അര പിഞ്ചോ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊടിച്ചു വെച്ച ഏലക്കായ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ചേർത്തിട്ട് ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് വയ്ക്കാം. തീയെ ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ അവൽ ചേർക്കണം. അപ്പോൾ അവൽ ഞാൻ ഇതുപോലെ ഈ ഒരു അളവിന് 3 കപ്പ് അവൽ, നമ്മൾ 240 ml അളവ് കപ്പ്, അതിൽ 3 കപ്പ് അവലെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ വറുത്ത് വെച്ചിരുന്ന എള്ള്, അണ്ടിപ്പരിപ്പ്, മുന്തിരി അതൊക്കെ ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ അവൽ സെലക്ട് ചെയ്യുമ്പോൾ വൈറ്റ് അവലിനേക്കാളും ബ്രൗണാണ് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ളത്. അപ്പോൾ അത് കിട്ടാത്ത പക്ഷം വൈറ്റ് അവലെടുക്കാം. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.